ബോഡി വെയിറ്റ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ ഒരുപാട് കൺസേൺഡ് ആവണ്ടെന്നാണ് എൻ്റെ സജഷൻ. പലരും ക്രിയാറ്റിനൊക്കെ എടുക്കുന്നവരുണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ അത്ര നല്ലൊരു ട്രെൻഡ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കീറ്റോ, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, അങ്ങനെ പലതരം ഫാസ്റ്റിങ്ങുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രോട്ടീൻ്റെ ഗുണം കിട്ടണമെങ്കിൽ കുറച്ച് കാർബ്സ് ചെല്ലണം. ഫുഡ് പ്ലേറ്റിൻ്റെ കൺസെപ്റ്റ് ഉണ്ട്. ജിമ്മും ഡയറ്റും എല്ലാം ഇപ്പോഴത്തെ ട്രെൻഡാണ്. പലതരം ഡയറ്റിന് പിന്നാലെയാണ് എല്ലാവരും. ഇതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് സംസാരിക്കാനായി ലക്ഷോർ ഹോസ്പിറ്റലിലെ ന്യൂട്രീഷനിസ്റ്റ് ഡോക്ടർ മഞ്ജു പി ജോർജാണ് നമ്മോടൊപ്പം ഉള്ളത്. നമ്മുടെ ഡെയിലി ലൈഫിൽ ബാലൻസ്ഡ് ഡയറ്റിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്? നമ്മൾ പണ്ട് മുതലേ പറഞ്ഞിരിക്കുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് ബാലൻസ്ഡ് ഫുഡ് അല്ലെങ്കിൽ സമീകൃത ആഹാരം എന്നൊക്കെ ഉള്ളത്. ശരിക്കും എല്ലാ ന്യൂട്രിയൻസും ബോഡിക്ക് ആവശ്യമാണ്. ബാലൻസ്ഡ് ഡയറ്റിൻ്റെ കൺസെപ്റ്റിൽ ഈച്ച് ന്യൂട്രിയൻറ്റ് ഇൻ ആഡിക്വേറ്റ് പ്രൊപ്പോർഷൻസ് എന്നുള്ളതാണ് അതിൻ്റെ കൺസെപ്റ്റ്. പക്ഷെ ചിലപ്പം ഈ ജോലിയുടെ നേച്ചർ അനുസരിച്ചിട്ട് ന്യൂട്രിയൻസിന് ഏറ്റക്കുറച്ചിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് എക്സാക്ട്ലി ബാലൻസ്ഡ് അല്ലെങ്കിൽ പോലും ഡെഫിസിറ്റ് ആവാത്ത രീതിയിൽ അവനവൻ്റെ നീഡ് അനുസരിച്ച് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മൾ കലോറിയൊക്കെ കൗണ്ട് ചെയ്ത് ഒരുപാട് ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഡയറ്റ് നോക്കുന്നവരാണെങ്കിൽ തന്നെ ഈ കലോറി കൗണ്ട് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുന്നത് നെസസറി ആണോ? പേഴ്സണലി ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും വേണ്ടാന്ന് പറയും. കാരണം വെയിറ്റ് വാച്ചിങ്, കാലറി കൗണ്ടിങ് ഒരു ട്രെൻഡാണ്. നമ്മൾ ഒബ്സസ്ഡ് ആയി പോകും ചിലപ്പോൾ. ഇപ്പോൾ ഒരു ബിസ്ക്കറ്റ് കഴിച്ചാലോ അല്ലെങ്കിൽ ഒരു ലഡു കഴിച്ചാലോ ഒക്കെ അത്രയും എനർജി കയറി ഇനി ഞാനത് എങ്ങനെ ബേൺ ഔട്ട് ചെയ്ത് കളയുമെന്ന് ഓർത്ത് സ്ട്രെസ്സായി അങ്ങനെ നമ്മുടെ സ്ട്രെസ് ഹോർമോൺസിനെ കൂട്ടി അത് വേറെ മെറ്റബോളിക് അസുഖങ്ങളിലേക്ക് പോകുന്ന ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു കൗണ്ട്. മോഡറേറ്റ് ലെവലിൽ മാനേജ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഒരാൾക്കൊരു കൂടുതലും വെയിറ്റ് കുറയ്ക്കാൻ അല്ലെങ്കിൽ ഷുഗർ കൺട്രോളിനൊക്കെ എല്ലാവരും ഡയറ്റ് കൂടുതലും നോക്കുന്നത് ഇപ്പോൾ. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള അളവ് മനസ്സറിഞ്ഞ് കഴിക്കുക, അത് എക്സസ് ആവാണ്ട് നോക്കണം എന്നുള്ളതാണ് മൈൻഡ്ഫുൾ ഈറ്റിങ്ങിൻ്റെ കൺസെപ്റ്റ് വരിക. അതുപോലെ എക്സസൈസും ഗട്ട് ഹെൽത്തും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട്? ഗട്ടാണല്ലോ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ. അപ്പോൾ ഗട്ട് നമ്മൾ ടെൻഷൻ വരുമ്പം നാച്ചുറലി ഗട്ട് ഹെൽത്ത് അഫക്റ്റ് ആവുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. കണ്ടമാനം സ്ട്രെസ് കൂടി കഴിയുമ്പോഴത്തേക്കും ഗട്ട് ഡിസ്ഫങ്ഷൻ ഡിസീസസ്, IBD പോലത്തെ ഡിസീസസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ചിലർക്കത് ഡയറിയ, കോൺസ്റ്റിപ്പേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളും, പിന്നെ കൂടുതൽ അസിഡിറ്റി ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട്. പിന്നെ ഗ്യാസിൻ്റെ ഫോർമേഷൻ. സ്ട്രെസ്സ് വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചില ബോഡി നേച്ചറാണ്. സ്ട്രെസ് ഈറ്റിംഗ് ഉണ്ട്. ടെൻഷൻ ആകുമ്പം കണ്ടമാനം കഴിച്ചാലേ സ്ട്രെസ് മാറുള്ളൂ. അത് അവർ വെയിറ്റ് ഗെയിനിലേക്ക് പോകും. സ്ട്രെസ് വരുമ്പം ഭക്ഷണം വേണ്ടാത്ത ആൾക്കാരുണ്ട്. അവർ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി, അണ്ടർ വെയിറ്റ്, മറ്റ് സയൻസിലേക്ക് പോകും. അപ്പോൾ ഈ രണ്ട് എക്സ്ട്രീംസിലേക്കാണ് പോകുന്നത്. അവിടെ സ്ട്രെസ്സ് എല്ലാവർക്കും ഉണ്ട്. അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം വർക്കൗട്ട് ചെയ്യണം. വേറൊരാൾക്ക് പറയാനേ പറ്റുള്ളൂ. എക്സസൈസും ഡയറ്റിൻ്റെക്കിനെ എഫക്റ്റ് ചെയ്യും. ചിലരുണ്ട് കുറേ എക്സസൈസ് ചെയ്തിട്ട് കണ്ടമാനം ഭക്ഷണം കഴിക്കും. അവർക്കൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്, ഞാൻ ഇത്രയും വർക്കൗട്ട് ചെയ്തിട്ടാണ് കഴിക്കണം എന്നുള്ളത്. അത് ഒരു ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല. ഒരു പ്രോപ്പർ വർക്കൗട്ടും നോർമൽ ഡയറ്റും ലൈഫ് സ്റ്റൈൽ, അത് ഭക്ഷണക്രമമാകാം, ജോലി, ഉറക്കം, ഇതൊക്കെ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ രാവിലെ 1 hour നടന്നു, പിന്നെ ഡേ ടൈം ഫുള്ള് സിറ്റിംഗ് ജോബാണ്, രാത്രി ഹെവി മീലാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതൊരു മെറ്റബോളിക് ഇംബാലൻസിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. കീറ്റോ, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, അങ്ങനെ പലതരം ഫാസ്റ്റിങ്ങുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ഇത് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. കുറേ പേർക്ക് ബെനിഫിറ്റ് പറയുന്നുണ്ട്, കുറേ പേർക്ക് ഇഫക്റ്റ് ഇല്ല, അല്ലെങ്കിൽ ദോഷഫലങ്ങളുണ്ട്, ഇങ്ങനെ പലതുണ്ട്. സോ നമുക്കൊരു ഇന്ന ഡയറ്റാണ് ഇന്നയാൾക്ക് പറ്റുള്ളൂ, അല്ലെങ്കിൽ ദിസ് ഈസ് ദ അൾട്ടിമേറ്റ് ഡയറ്റ് എന്ന് നമുക്കത് പറയാൻ പറ്റിയല്ല. കാരണം അഗെയിൻ മെറ്റബോളിസമാണ് അവിടുത്തെ ഒരു മെയിൻ ഫാക്ടറായിട്ട് വരിക. നല്ല മസിൽ സ്ട്രെങ്ത് ഉള്ള ഒരാൾക്ക് മെറ്റബോളിസം കൂടുതലായിരിക്കും. അതേസമയം കുറച്ച് ഒബീസാണ്, നല്ല വണ്ണമുണ്ട്, മസിൽസ് കുറവാണ്, ഫാറ്റ് കൂടുതലാണെങ്കിൽ മെറ്റബോളിസം അതനുസരിച്ച് വ്യത്യാസപ്പെടും. അപ്പോൾ ഈ 2 കൂട്ടർക്കും ആക്ടിവിറ്റി ലെവലും ഫോക്കസ് ചെയ്യണം, കഴിക്കുന്ന പാറ്റേണിലും ഫോക്കസ് ചെയ്യേണ്ടി വരും. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ കൺസെപ്റ്റ് നമ്മൾ നെറ്റിലൊക്കെ നോക്കുവാണെങ്കിൽ 2 മീൽസ്, 2 നോർമൽ മീൽ, ഏർലി ഡിന്നർ പ്രിഫേർഡ്, നോ സ്നാക്സ് ഓർ നത്തിങ്. വെയിറ്റ് കുറയുമായിരിക്കാം, പക്ഷേ അവരുടെ മസിൽ സ്ട്രെങ്ത് ബെറ്റർ ആവണമെന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ കൺസെപ്റ്റിൽ അതിൻ്റെ ആ ഈറ്റിംഗ് വിൻഡോയിലോ
മജോറിറ്റി ഫാസ്റ്റിംഗ് വിൻഡോയിൽ ഒരു വർക്കൗട്ട് ചെയ്യുവാണെങ്കിലാണ് വെയിറ്റ് ലോസും മസിൽ ബിൽഡപ്പും നടക്കുകയുള്ളൂ. ഈ വർക്കൗട്ട് ഇല്ലാതെ ഇവർ ഡയറ്റ് കഴിഞ്ഞാൽ ആ എക്സ്ട്രാ എനർജി കൊടുക്കാത്ത കൊണ്ടുള്ള വെയിറ്റ് ലോസ് നടക്കുമായിരിക്കാം, പക്ഷേ സ്കിൻ ലൂസാകും, മസിൽസ് ഡെവലപ്പ് ആവത്തില്ല. ഇൻ ബിറ്റ്വീൻ മീൽസിൽ ഫാസ്റ്റിങ്ങിന് പകരം നന്നായിട്ട് വെള്ളം കുടിക്കാം. പ്രോട്ടീൻ സ്നാക്സ്, അത് മുട്ടയാകാം, മുട്ട വെള്ളയാകാം, നട്ട്സ് ആവാം, കേർഡ് ആവാം, മഖാന പോലത്തെ സാധനങ്ങളാവാം. സോ സംതിങ് വിൽ ബി ദെയർ. അപ്പോൾ ആസിഡിറ്റി ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് അത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ വലിയ ക്ഷീണമില്ലാണ്ട് നമുക്ക് ഈ ഫേസ് നോക്കാൻ പറ്റും. കീറ്റോ പോലത്തെ ചില ഡയറ്റ്സിൽ ന്യൂട്രിയൻസിൻ്റെ ഏറ്റക്കുറച്ചിൽ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ കാർബ്സ് വളരെ കുറവാണ്, ഫാറ്റ് കൂടുതലാണ്, ഇങ്ങനെയൊക്കെ വരുമ്പം പിന്നീട് അത് ലോങ് ടേം കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഈ എക്സ്ട്രാ ഫാറ്റിന് തന്നെ കാർബ്സ് ഉണ്ടാകും, ഗ്ലൂക്കോസ് ജനറേറ്റ് ചെയ്യും. അത് പലർക്കും ഫാറ്റി ലിവർ ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് മെറ്റബോളിക് പ്രശ്നങ്ങളിലോട്ട് അത് ലീഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാവർക്കും സംഭവിക്കണമെന്നില്ല, കാരണം അവനവൻ്റെ മെറ്റബോളിസവും ജനറ്റിക് മേക്കപ്പും ഒക്കെ അനുസരിച്ചിട്ട് ചിലർക്കത് ക്ലിക്കാവും, കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്, ചിലർക്കത് വേറെ ദൂഷ്യവശങ്ങളിലേക്കും പോകാം. അതുകൊണ്ട് ഈവൻ ഡയബറ്റീസ് മാറാനാണ് പലരും കീറ്റോയിലോട്ട് പോയേക്കണത്. ആ സമയത്ത് ഷുഗർ കൺട്രോൾ, കാരണം കാർബ്സ് ചെല്ലുന്നില്ല. പക്ഷെ കുറേ കഴിഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കുന്ന എക്സ്ട്രാ ഫാറ്റിൽ നിന്ന് തന്നെ ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് പറയും. അപ്പോൾ ഈ പ്രക്രിയ നടന്നിട്ട് അത് നോൺ ഷുഗർ സോഴ്സിൽ നിന്ന് ഗ്ലൂക്കോസ് വന്നിട്ട് വീണ്ടും ഡയബറ്റീസിലോട്ട് അല്ലെങ്കിൽ പ്രീ ഡയബറ്റീസ് റേഞ്ചിലോട്ടൊക്കെ പോകുന്നവരുണ്ട്. അത് ലോങ് ടേം എടുക്കുമ്പോഴാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ബോഡിയെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് ഈ ടൈപ്പ് ഓഫ് ഡയറ്റ്, എപ്പോഴും ഒരു ബാലൻസ് ഡയറ്റിൻ്റെ കൺസെപ്റ്റ് തന്നെയാണ് നല്ലത്. ഇപ്പോൾ ലോ മെറ്റബോളിസം ഉള്ള ആളുകൾക്ക് ഡയറ്റിലൂടെ അവരുടെ മെറ്റബോളിക് റേറ്റ് കൂട്ടാൻ സാധിക്കും. ലോ മെറ്റബോളിസം എന്തുകൊണ്ടാണെന്ന് നോക്കണം ആദ്യം. ചിലപ്പോൾ ഹൈപ്പോതൈറോയിഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെറ്റബോളിക് കണ്ടീഷൻസ് ആയിരിക്കാം. അപ്പോൾ അവർ ആക്ടിവിറ്റി കുറവുണ്ടെങ്കിൽ സംഭവിക്കാം. അപ്പോൾ ഇതിൽ എവിടെയാണ് തകരാറ് അല്ലെങ്കിൽ വേരിയേഷൻ ഉള്ളതെന്ന് നോക്കിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുക. ഏത് കണ്ടീഷൻ ആണെങ്കിലും കുറേയൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റിയും ഒരു പ്രോപ്പർ സ്ലീപ്പ് സൈക്കിളും ഡയറ്റിലത്തെ ഈ ഒരു മാനേജ്മെൻറ്റും ചെയ്യുവാണെങ്കിൽ ഒരു നല്ല ശതമാനം വരെ ഡിഫറൻസ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാവർക്കും വണ്ണം കുറയ്ക്കാനാണ് ഏറ്റവും കൂടുതൽ അവർ ഡയറ്റും കാര്യങ്ങളും ഒക്കെ നോക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു സജഷൻ എന്തായിരിക്കും? ഒരു ഹെൽത്തി വേ ഓഫ് ഡയറ്റ് അവർ ഫോളോ ചെയ്യേണ്ടത് എന്താണ്? വണ്ണം കുറയ്ക്കണം എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ എത്ര വെയിറ്റ് വരെ ആകാമെന്ന് നോക്കണം. ഫോർ എക്സാമ്പിൾ ഒരു 170 സെൻറ്റിമീറ്ററുള്ള ഒരാൾക്ക്, അത് മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, റഫ്ലി പറയുവാണെങ്കിൽ 65 kg അപ് ടു 75 kg വരെ വലിയ തെറ്റില്ല എന്ന് പറയും. ഈവൻ 70 kg പ്ലസ് വരുമ്പോൾ തന്നെ അത് ഓവർ വെയിറ്റ് എന്നാണ് നമ്മുടെ BMI കണക്കിൽ അത് കാണിക്കുന്നത്. പക്ഷേ ഇവർക്ക് അത്യാവശ്യം ഫ്രെയിം സൈസ് ഉണ്ട്. ഫാമിലി ഹിസ്റ്ററി അനുസരിച്ച് അവർ പാരൻസ്, ഗ്രാൻഡ് പാരൻസ് ഒക്കെ കുറച്ച് ഫ്രെയിം കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ അവർ നമുക്ക് ഒരിക്കലും തിൻ ഫ്രെയിമിലോട്ട് കൊണ്ടുവരാൻ പറ്റിയല്ല. അതുപോലെ തിൻ ഫ്രെയിം ഉള്ള ഒരാൾക്ക് അവൻ്റെ മസിൽസ് നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. അവന് ചിലപ്പോൾ 6 പാക്കിലോട്ട് ഇപ്പോൾ കയറാൻ പറ്റുന്ന വരത്തില്ല, കാരണം ആ ഒരു സ്ട്രക്ചേർഡ് ബോഡി ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവനവൻ്റെ ജനറ്റിക്സും നമ്മുടെ നേച്ചറും ആദ്യം അറിഞ്ഞിരിക്കണം. ഈ വെയിറ്റ് കുറയ്ക്കുമ്പം നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് ബോഡി ഫാറ്റ് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ മസിൽ വെയിറ്റ് കയറും. ഇവരുടെ വെയിറ്റ് ചിലപ്പോൾ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ കുറയുകയില്ല, പക്ഷേ ദേ വിൽ ഫീൽ ലൈറ്റ്, കുറച്ചും കൂടെ എനർജറ്റിക് ആണ്. അങ്ങനെയൊക്കെ വരുമ്പം അതാണ് അതിൻ്റെ ഡിഫറൻസ്. നമുക്കൊരു ബോഡി കോമ്പോസിഷൻ നോക്കുന്ന മെഷീൻസ് ഉണ്ട് പല സെൻറ്റേഴ്സിലും. അതിൽ നോക്കുമ്പോൾ ബോഡി ഫാറ്റ് കുറവാണ്, അത് വിത്തിൻ റേഞ്ച് നിൽക്കുകയാണ്. മസിൽ വെയിറ്റ് കൂടുതലാണെങ്കിൽ അവർ വെയിറ്റ് കുറയ്ക്കുന്നതിനെ കുറിച്ചിട്ട് ഒട്ടുമേ ടെൻഷൻ ആകേണ്ട ആവശ്യമില്ല. കാരണം ആ വെയിറ്റ് അവർക്കൊരു പ്ലസ് പോയിന്റ് ആണ്. കാരണം മസിൽ വെയിറ്റാണ് ഉള്ളത്. പ്രായം മുമ്പോട്ട് പോകുന്തോറും മസിൽ വെയിറ്റ് കുറയാനാണ് ചാൻസ്. അപ്പം നമ്മൾ യങ് ഏജിൽ മസിൽസ് നമ്മൾ ബാക്കപ്പ് കീപ്പ് ചെയ്യുവാണെങ്കിൽ വയസ്സാവുമ്പം ഇച്ചിരി ഇത് കുറഞ്ഞാലും ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി ലോസ്റ്റ്. അതുകൊണ്ട് വെയിറ്റ് എന്നുള്ള, ബോഡി വെയിറ്റ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ ഒരുപാട് കൺസേൺഡ് ആവണ്ടെന്നാണ് എൻ്റെ സജഷൻ. പ്രൊവൈഡഡ് അവർ പ്രോപ്പറായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഡയറ്റിൽ കണ്ടമാനം വേരിയേഷൻസ് ഇല്ല, ഉറക്കം പ്രോപ്പർ ആണെങ്കിൽ. നമ്മുടെ ഡയറ്റിൽ മാക്രോ ന്യൂട്രിയൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? മാക്രോ ന്യൂട്രിയൻസ് പറയുമ്പോഴത്തേക്കും പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, ഈ മൂന്നാണ് മാക്രോ, ബിഗർ സൈസിൽ വേണ്ട ന്യൂട്രിയൻസ്. ഇത് മൂന്നും ആവശ്യമാണ്. കാരണം എനർജി കിട്ടാനായിട്ടുള്ള 2 സോഴ്സാണ് കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ്സും. പ്രോട്ടീൻ എന്നുള്ളത് മസിൽ ബിൽഡപ്പിനും മറ്റ് ഇമ്മ്യൂണിറ്റി പ്രൊവിഷൻ, അങ്ങനെയുള്ള ഹിമോഗ്ലോബിനിലെ ഗ്ലോബിൻ ഇസ് എ പ്രോട്ടീൻ പാർട്ട്. പലപ്പോഴും ആൾക്കാർ അയൺ ബ്ലഡ് കുറവാന്ന് പറഞ്ഞിട്ട് കുറേ അയൺ റിച്ച് ആയിട്ടുള്ള കുറേ ഫുഡ്സും അതെല്ലാം കഴിക്കുന്നതാണ്. പക്ഷെ ഇവർക്ക് ആർക്കും പ്രോട്ടീൻ ഉണ്ടാവില്ല. നോൺ വെജ് കഴിക്കില്ല, വെജ് പ്രോട്ടീൻ കഴിക്കില്ല, പയർ കഴിച്ചാൽ ഗ്യാസ്. ഇവർക്ക് ഈ ഗ്ലോബിൻ എന്നുള്ള ആ പാർട്ട് എവിടെ നിന്ന് കിട്ടും? പിന്നെ
അത് ഹീമോഗ്ലോബിനിലെ ഹീം ഈസ് അയൺ, ഗ്ലോബിൻ പ്രോട്ടീൻ ഫുഡിൽ നിന്ന് വന്നാലേ ആ രണ്ടും കൂടെ ചേർന്ന് ഈ സംഗതി ബെറ്റർ ആവുള്ളൂ. അപ്പോൾ രണ്ടും ആവശ്യമാണ്. എല്ലാവരും ഡേറ്റ്സിൻ്റെ പുറകെയാണ് ഇപ്പോൾ. ഡേറ്റ്സ് 1 കിലോ കഴിച്ചാലും 1 പോയിന്റ് പോലും കയറില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ നമ്മൾ പണ്ടുപോലെ കേട്ടേക്കണത് ഈന്തപ്പഴം, പാവയ്ക്ക എന്നുള്ള എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളതാണ്. അത് അളവിൽ ആവശ്യത്തിന് കഴിക്കുക, പക്ഷേ വേണ്ട അളവിൽ വേണം അത് ചെല്ലാനായിട്ട്. ഈ ഈന്തപ്പഴം കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ വെയിറ്റും കയറും, ഷുഗറും കയറും. അതിൻ്റെ കൂടെ നമ്മൾ പറയേണ്ട കാര്യമാണ് വെള്ളം ഒരു ന്യൂട്രിയൻ്റ് തന്നെയാണ്, പക്ഷേ എനർജി ഇല്ലെന്നേ ഉള്ളൂ. എല്ലാ ബോഡി ഫങ്ഷനും വെള്ളം ആവശ്യമാണ്. ഫൈബറും ഒരു സ്റ്റാർച്ചിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്, പക്ഷേ എനർജി പ്രൊവിഷൻ കൊടുക്കുന്നില്ല. എല്ലാത്തരം ഗട്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും മെറ്റബോളിക് കൺട്രോളിന്, കൊളസ്ട്രോൾ ആണെങ്കിലും ഷുഗർ ആണെങ്കിലും അങ്ങനെയുള്ള ഒരു ഫുൾനെസ് കിട്ടാനാണെങ്കിലും ഒക്കെ ഫൈബറിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് കോമ്പിനേഷൻ ഓഫ് ഫുഡ്സ് എടുത്താൽ മാത്രമാണ് ഈ പറഞ്ഞ എല്ലാം നമുക്ക് കിട്ടുള്ളൂ. പ്രോട്ടീൻ എൻ്റെ ഗുണം കിട്ടണമെങ്കിൽ കുറച്ച് കാർബ്സ് ചെല്ലണം. കാരണം ആ കാർബും ഫാറ്റും ചെല്ലുമ്പോഴാണ് എനർജി ഫ്രം ആ 2 ന്യൂട്രിയൻസും യൂസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീനിനെ വീണ്ടും ശരീരം എനർജിക്ക് വേണ്ടി വിഘടിപ്പിക്കും. അപ്പോൾ ആ പ്രോട്ടീനിൻ്റെ ഫുൾ ഗുണം ബോഡിക്ക് കിട്ടണമെന്നില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു ബാലൻസ് തന്നെയാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ പല ഡയറ്റിലും കാർബ്സ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്തിട്ടുള്ള ഡയറ്റ്സ് കൊടുക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ഡയറ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് വല്ല അഭിപ്രായം ഇല്ലയെന്ന് തന്നെയാണ് വാസ്തവം. ചില പിള്ളേരുണ്ട്, ചോറുണ്ണിയല്ല, ചപ്പാത്തി കഴിക്കുക, പക്ഷെ ദോശ കഴിക്കും, മതി, കുഴപ്പമില്ല. കാരണം എന്തെങ്കിലും ഫോം ഓഫ് സ്റ്റാർച്ച് ചെല്ലുന്നുണ്ട് അവർക്ക്. അപ്പം അതിൻ്റെ കൂടെ എന്ത് കഴിക്കും എന്നുള്ളതാണ് വിഷയം. അതിൻ്റെ കൂടെ ഒരു സാമ്പാർ അല്ലെങ്കിൽ പരിപ്പിൻ്റെ സാധനങ്ങൾ കഴിക്കുവാണെങ്കിൽ പ്രോട്ടീൻ അവിടെ ആയി. മീനോ ചിക്കനോ കഴിക്കുന്നവരുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ ഫൈൻ. ആ പ്രോട്ടീൻ പാർട്ട് കൂടെ ചെല്ലണം. ഇന്ന സാധനം തന്നെ വേണമെന്ന് പറയുന്നില്ല, പക്ഷെ ആ സോഴ്സ് അവിടെ ഉണ്ടായിരിക്കുക. അത് പല പല ഫോംസിൽ നമുക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒ പിയിൽ വരുന്ന മിക്ക പേഷ്യൻസിൻ്റെയും ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കൺസേൺസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഡയബറ്റിക്സ്, അങ്ങനെ ഫാറ്റി ലിവർ, അങ്ങനെ എന്തെങ്കിലും ആയിട്ടാണോ വരുന്നത്, അതോ ജസ്റ്റ് വെയിറ്റ് ലോസിന് വേണ്ടി മാത്രം അപ്രോച്ച് ചെയ്യുന്നവരാണോ കൂടുതൽ? എല്ലാ ക്രൈറ്റീരിയയ്ക്കും ഉണ്ട്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ വെയിറ്റ് ലോസ്, ഡയബറ്റീസ് ഇങ്ങനെയുണ്ട്. ജനറൽ ഗൈഡ് ലൈൻസിന് വേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ അവയർനെസ് കൂടുതലുള്ളതുകൊണ്ടും സോഷ്യൽ മീഡിയ ഇമ്പാക്റ്റ് ഒത്തിരി ഉള്ളതുകൊണ്ടും ഞാൻ എടുക്കുന്ന പാറ്റേൺ കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി വരുന്നുണ്ട്. ഒരു നല്ല ഒരു ചേഞ്ച് ആയിരിക്കും തോന്നുന്നത്. കാരണം ഒരു ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നിപ്പോൾ ഒരു കുട്ടി വന്നു, അണ്ടർ വെയിറ്റ് ആണ്. അപ്പോൾ അവർ തന്നെ സ്വന്തമായിട്ട് പ്രോട്ടീൻ ഷേക്ക്, അത് കൊമേഴ്ഷ്യൽ സപ്ലിമെൻറ്റ്സ് ഒന്നുമില്ല, ആൾ തന്നെ ഡ്രിങ്ക് പോലെ ചെയ്ത് കുടിക്കുന്നുണ്ട്, അത്യാവശ്യം ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ വെയിറ്റ് വെക്കുന്നില്ല. അസസ് ചെയ്യുമ്പം ഇവരുടെ ഇടയ്ക്കുള്ള മീൽസിൽ ഭയങ്കര ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രോട്ടീൻ സ്നാക്കോ എന്തെങ്കിലും ആഡ് ചെയ്യുമ്പോൾ വെച്ചാൽ നാച്ചുറൽ ഫുഡ് സോഴ്സ് തന്നെ അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടെ ഒരു ബാക്കപ്പ് വരും. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് സപ്പോർട്ട് സജഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ കൂടുതലും ഈ ഒരു അസുഖത്തിന് ചെയ്യുന്നതിനേക്കാളും ഇച്ചിരിയും കൂടെ ആൾക്കാർ നോർമൽ, വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ആൾക്കാർ ഒരു കൺസൾട്ടേഷന് വരുന്നുണ്ട്. ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആണോ ഇല്ലയോ, കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട്. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ ഒത്തിരി ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ റീൽസും എല്ലാം കണ്ടിട്ട് അപ്പോൾ അത് കറക്റ്റ് ആണോ, എനിക്കത് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചു വരും. അപ്പോൾ അതൊരു ആധികാരികമായിട്ട് റെസ്പോൺസ് ഒരു ക്വാളിഫൈഡ് ന്യൂട്രീഷൻ പ്രൊഫഷണലിൻ്റെ സൈഡിൽ നിന്ന് കൊടുക്കുവാണെങ്കിൽ പബ്ലിക്കിന് കുറച്ചും കൂടെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ അധികം ഭക്ഷണം കഴിക്കാത്ത അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് കഴിക്കുന്ന ആളുകളിൽ ചിലപ്പോൾ ഫാറ്റീഗ് അല്ലെങ്കിൽ ഇതുപോലുള്ള വെയിറ്റ് ഗെയിൻ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാൻ? ചാൻസ് ഉണ്ട്, ഇല്ലെന്നില്ല. കാരണം അവരുടെ ഇപ്പോൾ ഒരു 20s to 40s കഴിക്കുന്ന ഒരു പാറ്റേൺ നല്ലതാണ്, കുഴപ്പമുണ്ടാവില്ല, അവർ അത്യാവശ്യം ആക്ടിവിറ്റി ഉണ്ട്, സ്റ്റേബിൾ ആയിരിക്കാം. പക്ഷെ അതേ പാറ്റേൺ ഞാൻ 40+ കഴിക്കുമ്പോഴും ചിലപ്പോൾ എനിക്ക് വെയിറ്റ് ഗെയിൻ വരാം. കാരണം മെറ്റബോളിസം ചേഞ്ചസ് അറ്റ് ഈച്ച് ഏജ്. 20s നമുക്ക് എന്ത് ചെയ്താലും ബോഡിയെ മെൻഡ് ചെയ്യാൻ പറ്റും. 40+ വരുമ്പോഴത്തേക്ക് അത്രയും ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റിയാലെന്ന് മാത്രമല്ല, നമ്മൾ ഇടയ്ക്കൊന്ന് വെയിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറയ്ക്കാൻ നോക്കി ആ പഴയ പോലെ കുറയത്തില്ല. അത്രയും ഫിസിക്കലി ചെയ്ത് പണിതാൽ അപ്പം മുട്ടുവേദന വരും, ടയർ വരും, ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ എന്തായാലും ഫീൽ ചെയ്യാം. എല്ലാവർക്കും ആവണമെന്ന് പറയില്ല, ദിസ് ഇസ് ജനറലി ഉള്ള ഒരു കണ്ടേക്കുന്ന ഒരു കാര്യം പറഞ്ഞതാണ്. അപ്പോൾ മെറ്റബോളിസം ഇസ് ദ മെയിൻ കൺസേൺ ഹിയർ. അപ്പോൾ ഏജ് അനുസരിച്ച് വ്യത്യാസം വരിക. കൊച്ചിലെ ഒത്തിരിയും ക്ഷീണിച്ചിരിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും കുറച്ചുകൂടെ ഒരു ബെറ്റർ ആക്കാനായിട്ട് ചിലപ്പം കൂടുതൽ ഫാറ്റി ഫുഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ പൗഡേഴ്സ് ആയിട്ടോ അങ്ങനെ ചിലപ്പോൾ ഒരു കണ്ടമാനം നോർമൽ അണ്ടർ കൺസൾട്ടേഷൻ കൊടുക്കുന്നതല്ല പറഞ്ഞത്, അല്ലാണ്ട് നമ്മൾ തന്നെ ഓക്കെ എന്തെങ്കിലും ചെല്ലട്ടെ എന്ന് വെച്ചിട്ട് ചിലപ്പോൾ കുറേ കൊടുക്കുന്നുണ്ടാവും. അതെല്ലാം നമ്മുടെ ജനറ്റിക് മോഡിഫിക്കേഷൻസിന് കാരണമാകാം. അപ്പോൾ വൺസ് ഇവരൊരു ടീനേജ് കഴിഞ്ഞ് അടുത്ത ലെവലിലോട്ട് കയറുമ്പോഴത്തേക്കും ഈ ജീൻസ് ഒബീസോജനിക് ജീൻസ് എന്ന് പറയും, അത് ബേസിക്കലി ബോഡിയിലുള്ളവരുണ്ടാവാം,
എൻവയോൺമെൻറ്റ് കൊണ്ടും നമ്മുടെ ഫുഡ് പാറ്റേൺ കൊണ്ടും നമ്മൾക്കുള്ള ജീനിന് നമ്മൾ മോഡിഫിക്കേഷൻസ് വരുന്നുണ്ടാവാം. അപ്പോൾ ഇതിൻ്റെ ചേഞ്ചസ് കൊണ്ട് പിന്നീടുള്ള ഒരു വെയിറ്റ് ഗെയിനിലോട്ടും വന്നേക്കാം. പിന്നെ ഉണ്ട് നമ്മുടെ ജോലി നേച്ചർ, ആംബിയൻസ്, ലേറ്റ് ഡിന്നേഴ്സ്, അതൊക്കെ തന്നെ ബാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ അപ്പുറത്ത് ഇതെല്ലാം ഇല്ല, എനിക്കിതൊന്നും ഇല്ല, ഞാനെല്ലാം പക്ക നോർമലായിട്ടാണ് പോണത്, കെയർഫുൾ ആവുന്നുണ്ട്, സ്റ്റിൽ ഐ ആം ജസ്റ്റ് ഗെയിനിങ് വെയിറ്റ് എന്നാണെങ്കിൽ അവിടെ നമുക്ക് മെറ്റബോളിക് ഡിസോർഡേഴ്സ് നോക്കേണ്ടി വരും. അപ്പോൾ അതിനൊരു എൻഡോക്രിനോളജിസ്റ്റിൻ്റെയും കൂടെ സപ്പോർട്ടോടു കൂടി, അല്ലെങ്കിൽ ഹൂവർ ഈസ് കൺസേൺഡ് ആ ഒരു കൺസൾട്ടൻറ്റിൻ്റെയും കൂടെ സപ്പോർട്ടോടു കൂടി വേണ്ടി വരും അത് നമുക്ക് നോക്കാനായിട്ട്. 8 മണി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കരുതെന്ന് പറയുന്നത് ഒരു മിത്താണോ അതോ ശരിയാണോ? 8 മണി കഴിഞ്ഞ് മെയിൻ മീല് ലിമിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അളവ് കുറയ്ക്കണം എന്ന് തന്നെയായിരുന്നു. ഈവൻ നമ്മൾ ഒരു ചപ്പാത്തി കഴിച്ചാൽ പോലും നമ്മൾ നേരെ കിടക്കാൻ പോവുകയാണെങ്കിൽ ശരീരത്തിൽ അത് അബ്സോർബ് ചെയ്യാൻ ഇഷ്ടം പോലെ സമയമുണ്ട്, ബോഡി ഒട്ടും ചെയ്യുന്നില്ല. അപ്പോൾ വയറ് ചാടാനൊക്കെയുള്ള ചാൻസസ് വരാം. ലൈറ്റ് ഫുഡ്സ് ആണ് പ്രിഫർ ചെയ്യണത് പോസ്റ്റ് 8. ഇറ്റ്സ് ബെറ്റർ ബിഫോർ 7 ഇറ്റ് സെൽഫ്. അതല്ലെങ്കിൽ 8 മണിക്ക് മുന്നേ കഴിക്കാൻ പറഞ്ഞതിൻ്റെ ഒരു കാര്യം ഇതാണ്, ടുവേർഡ്സ് നൈറ്റ് ആകുമ്പോഴത്തേക്കും മെറ്റബോളിസം കുറയുന്നത് കൊണ്ടും നമ്മുടെ ബോഡി റെസ്റ്റിങ്ങിലോട്ട് പോവുകയാണ്, നമ്മൾ ആക്ടിവിറ്റി കുറയുന്നുണ്ട്. പിന്നെ ലേറ്റ് ഡിന്നേഴ്സ് ഹെവി ആയി കഴിഞ്ഞാൽ ഉറക്കത്തിന് ഡിസ്റ്റർബ് ചെയ്യും, ഗ്യാസിൻ്റെ ഇഷ്യൂസ്, പുൾസ് കേട്ടൽ ഇങ്ങനെയൊക്കെ ഉള്ള വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാനും കൂടെയാണ് ഡിന്നർ നേരത്തെ ആക്കാൻ പറയുക. സോ ഐ വുഡ് സജസ്റ്റ് ഏർലി ഡിന്നർ ഒള്ളി. പിന്നെ നൈറ്റ് ഷിഫ്റ്റുകാരുണ്ട്, നൈറ്റ് ഷിഫ്റ്റിന് പോകുന്ന ആൾക്കാർക്ക് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് പോകണമെങ്കിൽ അഗെയിൻ ദേ ക്യാൻ ടേക്ക് ദ ഡിന്നർ ബൈ 7-7:30, അല്ലെങ്കിൽ എപ്പോഴാണ് ഇറങ്ങണത് അപ്പോൾ കഴിച്ചിട്ട് ഇറങ്ങുക. പിന്നെ ഹെവി മീലിലേക്ക് പോകാണ്ടിരിക്കുക. ഫ്രൂട്ട്, നട്ട്സ്, യോഗേർട്ട് പോലത്തെ സാധനങ്ങൾ, അല്ലെങ്കിൽ മുട്ട പോലെ അങ്ങനെ ലൈറ്റ് ആയിട്ട് എടുക്കാം. സോ ദാറ്റ് അഗെയിൻ നമ്മൾ ആ ഷിഫ്റ്റ് കഴിഞ്ഞ് നോർമൽ ഷിഫ്റ്റിലേക്ക് കയറുമ്പോഴും ബോഡിക്ക് വലിയൊരു ഹെവിനെസ് ഫീൽ ചെയ്യാണ്ട്, അല്ലെങ്കിൽ ദഹനം വലിയ പ്രശ്നമില്ലാണ്ട് അത് മാനേജ് ചെയ്യാൻ പറ്റും. ലേറ്റ് നൈറ്റ് ആകുമ്പോൾ ഒരുപാട് മിഡ് നൈറ്റ് ക്രേവിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വരും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ആരോഗ്യം നോക്കി നമുക്ക് കഴിക്കാൻ പറ്റുന്ന എന്തൊക്കെയായിരിക്കും? അതിനു മുമ്പ് ആദ്യം അത്രയും ക്രേവിങ്സ് വരാണ്ട് നമ്മൾ നോക്കണം. ആ ക്രേവിങ് പറഞ്ഞതിൻ്റെ മെയിൻ കാര്യം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ മിനിമം കഴിച്ചെന്ന് വരുത്തിയിട്ട് ഓടും. ഉച്ചക്കലത്തെ ലഞ്ച് പ്രോപ്പർ ആയിരിക്കണമെന്നില്ല, വൈകുന്നേരം ഒരു ചായ ഒതുക്കും. ഇതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് വേണ്ട കാര്യം എപ്പോഴും ഒരു ഫുൾനെസ് ഫീൽ കൊടുക്കുക ബോഡിക്ക്. എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി വിത്ത് ഗുഡ് പ്രോട്ടീൻ. കാർബ്സ് ഒഴിവാക്കാൻ പറയുന്നില്ല, പക്ഷെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട എന്നുള്ള ഒരാൾ ഒരു മുട്ടയും ഒരു ചെറിയ പഴമെങ്കിലും കഴിക്കാമല്ലോ. ഹാവ് സംതിങ് ടു ബ്രേക്ക് ദ ഫാസ്റ്റ്. അപ്പം അത് കഴിഞ്ഞിട്ട് ലഞ്ച് എന്നുള്ളത് ചിലപ്പോൾ അവർക്ക് 3 മണി 4 മണിയൊക്കെ ആയെന്നിരിക്കാം. അപ്പോഴും ഇതിനിടയ്ക്ക് ഭയങ്കര ഗ്യാപ്പുണ്ട്. അന്നേരം നമുക്ക് കേർഡ് പോലത്തെ സാധനങ്ങൾ, മഖാന, അത് പ്ലെയിൻ റോസ്റ്റഡ് മഖാനാസ്, നട്ട്സ് നല്ല ഓപ്ഷനാണ്. പഴങ്ങൾ മാത്രമായിട്ട് കാര്യമില്ല. നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് എന്തെങ്കിലും ഗ്രിൽഡ് അല്ലെങ്കിൽ കബാബ് ടൈപ്പ് ഓഫ് ഓപ്ഷൻസ്, അത് ചാർഡ് ആവരുതെന്നുള്ളൂ, അത് വിത്ത് വെജിറ്റബിൾസ് ആവാം. അപ്പം എന്തെങ്കിലും ഒരു ലൈറ്റ് സ്നാക്ക് പോലെ, അല്ലെങ്കിൽ പ്ലസ് പ്രോട്ടീനിൻ്റെ കണ്ടന്റ് അവിടെ വന്നു. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കണ്ടാൽ പോലും നമുക്ക് അതിൻ്റെ ക്രേവിങ്ങിലോട്ട് പോകാണ്ട് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. നൈറ്റിൽ എന്ത് കഴിക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മളത് പകൽ തന്നെ അതിനെ നേരത്തെ പ്ലാൻ ചെയ്ത് അതിലേക്ക് പോകാത്ത രീതിയിൽ അതിനെ റെഡിയാക്കണം. സപ്ലിമെന്റ്സ് ശരിക്കും എടുക്കേണ്ട ആവശ്യമുണ്ടോ? എപ്പോഴാണ് നമ്മൾ സപ്ലിമെന്റ്സ് എടുക്കേണ്ടത്? ഡയറ്റീഷ്യൻസിൻ്റെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾ ചെയ്യാറുള്ളത് അവരുടെ കറണ്ട് ഫുഡ് പാറ്റേൺ അസസ് ചെയ്യും. അതായത് ഇപ്പം എന്തൊക്കെയാണ് കഴിക്കുന്നത്, ജിമ്മിൽ പോകുമ്പോൾ എന്തൊക്കെ എടുക്കുന്നു, ജിമ്മിൽ പോകാത്ത ദിവസങ്ങൾ എന്തൊക്കെ എടുക്കുന്നു. അപ്പോൾ അവരുടെ ഹൈറ്റും വെയ്റ്റും ആക്ടിവിറ്റി ലെവലും ഒക്കെ അനുസരിച്ചിട്ട് അവർക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻ അവർക്ക് കിട്ടുന്നുണ്ടോ, അതോ എക്സസ് ആണോ കുറവാണോ. സപ്പോസ് ഇപ്പോൾ ഒരു 80 ഗ്രാം പ്രോട്ടീൻ വേണ്ട ഒരാളാണെങ്കിൽ അവരിപ്പോൾ 40 അല്ലെങ്കിൽ 50 ഗ്രാമേ കറൻ്റ്ലി എടുക്കുന്നുള്ളൂ എങ്കിൽ 30 ഗ്രാമിൻ്റെ ഗ്യാപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ ഡയറ്ററി മോഡിഫിക്കേഷനിൽ കൂടെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ സജഷൻസ് കൊടുക്കും. അതല്ല എത്ര ശ്രമിച്ചാലും അത്രയും പോർഷൻ അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ ഗ്യാപ്പ്, ഇപ്പോൾ ഒരു 60-70 ഗ്രാം വരെ ഒരു പ്രോട്ടീൻ എടുത്തു, പക്ഷേ ഒരു പിന്നെ 80 ആവാനായിട്ട് അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, സമയമില്ല, അല്ലെങ്കിൽ അത്രയും ഫുഡ് അങ്ങനെ കഴിക്കാൻ പറ്റിയല്ല. അങ്ങനെയാണെങ്കിൽ ആ ഗ്യാപ്പ് നമുക്ക് സപ്ലിമെൻ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. അതായത് ഒരു മേ ബി ഇത്ര സ്കൂപ്പിൽ ഇത്ര 10 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്ന ഓതറൈസ്ഡ് ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് ഉണ്ട്, അങ്ങനെയുള്ളത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ജിമ്മിൽ പോകുന്ന എല്ലാവരും ഔട്ട്റൈറ്റായിട്ട് ഇത്ര ഇത് എടുക്കണം, അല്ലെങ്കിൽ ഇന്ന സാധനം 2 പ്രാവശ്യം എടുക്കണം എന്ന് പറയാനായിട്ട് നമുക്കതിനെ ജനറലൈസ് ചെയ്യാൻ പറ്റിയല്ല. അവരുടെ നീഡ് അനുസരിച്ചിട്ട് ചെയ്യാം. പിന്നെ വേ ബേസ്ഡ് സപ്ലിമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് കൂടുതലും പറയുന്നത്. വേ ബേസ്ഡ് ആകുമ്പം കുറച്ചുകൂടെ മസിൽ മെറ്റബോളിസം ബെറ്റർ ആക്കുന്നുണ്ട്, അവരുടെ മെറ്റബോളിസം ഹാപ്പൻസ് ഇൻ ദ മസിൽസ്, അതുകൊണ്ട് കുറച്ചും കൂടെ അത് സപ്പോർട്ടീവാണ്, കുഴപ്പമില്ല. ഫാമിലി ഹിസ്റ്ററി ഓഫ് കിഡ്നി ഡിസീസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മെറ്റബോളിക് ഇഷ്യൂസ്, ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഹൈ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിന് മുൻപ് ഒരു ബ്ലഡ് ചെക്കപ്പ്
എന്തായാലും ചെയ്തിരിക്കണം, സിസ്റ്റംസ് ഒക്കെ ഓക്കെ ആണെന്ന് അറിയാനായിട്ട്. എന്നിട്ട് ഒരു ക്വാളിഫൈഡ് ഡയറ്റീഷ്യൻ്റെ ഒരു കൺസൾട്ടേഷനോട് കൂടി തന്നെ അവർ അത് മോഡിഫൈ ചെയ്യുക. അപ്പോൾ ശരിക്കും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ നമ്മൾ സപ്ലിമെന്റ്സ് എടുക്കാവൂ? നമ്മൾ ഒരു ജനറൽ ഹെൽത്തിനുള്ള ഭാഗത്തിനാണ് നമുക്ക് അത്ര വരുന്നില്ല എങ്കിൽ നിർബന്ധമില്ല, ഇഫ് യു ആർ ഓക്കെ. പക്ഷേ നമ്മളൊരു വർക്കൗട്ട് ചെയ്യേണ്ട, വി ആർ പ്ലാനിങ് ഫോർ എ മോഡിഫിക്കേഷൻ. അങ്ങനെയാണെങ്കിൽ ബിഫോർ ആ ഒരു വർക്കൗട്ടിന് മുമ്പ് ഒരു പ്രോപ്പർ ഒരു ചെക്കപ്പ് ചെയ്ത്, ഇവൻ അൾട്രാസൗണ്ട് ഇസ് ഓൾസോ ഗുഡ്, ലിവർ ഫംഗ്ഷൻ്റെ കാര്യങ്ങളും കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റും അതെല്ലാം ചെയ്ത് ആ ബിഫോർ ലെവലിൽ നോക്കാം. അപ്പോൾ അതിലെന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് ഡയറ്റൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഒരു വർക്കൗട്ട് കഴിഞ്ഞിട്ട് 3 മാസം കഴിയുമ്പോൾ ഒന്നുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇഫക്റ്റ് എങ്ങനെയുണ്ടെന്നുള്ള അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു ശ്രദ്ധ ഉണ്ടാവണം. പലരും ക്രിയാറ്റിനൊക്കെ എടുക്കുന്നവരുണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ അത്ര നല്ലൊരു ട്രെൻഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി ഒരാൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ 1-2 മണിക്കൂറൊന്നും വർക്കൗട്ടിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം ഒരു നോർമൽ വെയിറ്റ് കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റാമിന കീപ്പ് ചെയ്യണം എന്നുള്ള ഒരാൾക്ക് 30 to 40 മിനിറ്റ്സിൻ്റെ മാക്സിമം ബൈ 1 hour, അത് വിത്ത് വാർമിംഗ് അപ്പും കൂളിംഗ് എല്ലാം ചേർത്ത് അത്രയും മതി. അപ്പോൾ ഈ മണിക്കൂറുകൾ ചെയ്യുമ്പോഴാണ് ക്ഷീണിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഹൈഡ്രേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈ ക്രിയാറ്റിൻ പോലത്തെ സാധനങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്കും അത് മറ്റ് ഇഫക്ട്സ് വരുന്നുണ്ടോ, കിഡ്നി ഫംഗ്ഷൻ പോലത്തെ കാര്യങ്ങളിൽ എന്തെങ്കിലും ബാഡ് ഇഫക്ട്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ട് വേണം അത് ചെയ്യാന്നുള്ളതാണ്. കുട്ടികളും ടീനേജേഴ്സും ഡയറ്റ് എടുക്കുന്നത് നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. അതിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? കുട്ടികളുടേതും ടീനേജും ഒക്കെ ഒരുപാട് നല്ല ഗ്രോത്ത് സ്പേർട്ട് നല്ലോണം വരുന്ന ഒരു സമയമാണ്. അത്രയും ഫാസ്റ്റ് മെറ്റബോളിസം നടക്കുന്ന ആ ഒരു സമയത്ത് ആ നീഡ് അനുസരിച്ചിട്ടുള്ള ന്യൂട്രീഷൻ തന്നെ വേണം. അവർക്കൊരു റെസ്ട്രിക്റ്റഡ് ഡയറ്റിലേക്ക് എന്തായാലും പോകേണ്ട ആവശ്യമില്ല. എനർജി നല്ലോണം ചെല്ലണം. അത് കാർബ്സിൻ്റെ ഫോമിലും നോർമൽ ഫാറ്റിൻ്റെ ഫോമിലും ഒക്കെ അത് ചെല്ലാം. വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണവും ഒരു കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ എടുക്കാം. നോൺ വെജ് ആയിക്കോട്ടെ, വെജ് ആയിക്കോട്ടെ, എപ്പോഴെങ്കിലൊക്കെ ഒരു ഫ്രൈ വന്നോട്ടെ, അതൊന്നും കുഴപ്പമില്ല. പുറത്തു നിന്നുള്ള ഇൻടേക്കാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത്. പാരൻസ് വർക്കിംഗ് ആണ്, ഉണ്ടാക്കാൻ ചിലപ്പോൾ സമയം കിട്ടിയല്ല. അപ്പം മിക്കവാറും നൈറ്റ് ഔട്ട്സോ അല്ലെങ്കിൽ നൈറ്റ് ഓർഡേർഡ് ഫുഡോ ഒക്കെ വരുന്ന ട്രെൻഡ് കാണുന്നുണ്ട്. അല്ലെങ്കിൽ രാവിലെ പുട്ടും പഴമായിരിക്കും എന്നും രാവിലെ. അവിടെ പ്രോട്ടീൻ കണ്ടന്റ് ഇല്ല. അപ്പോൾ ആ പുട്ടിൻ്റെ കൂടത്തിൽ പയറോ അല്ലെങ്കിൽ കടലയോ എടുത്താലാണ് പ്രോട്ടീൻ കൂടുള്ളൂ. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ ഒക്കെ നമ്മളൊന്ന് അറിഞ്ഞിരുന്നിട്ട് വേണം അത് പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും ഇവർക്ക് ഡെഫിഷ്യൻസി വരാൻ പാടില്ല. കാൽഷ്യം സപ്പോർട്ട് കൂടുതൽ കൊടുക്കണം. കാരണം അപ് ടു 12 ഇയേഴ്സ് പെൺപിള്ളേരൊക്കെ സംബന്ധിച്ചിട്ട് ഒരു 12 ഇയേഴ്സ് വരെ നല്ലോണം ഫാസ്റ്റ് കാൽഷ്യം അബ്സോർപ്ഷൻ ആണ്. 12 to 30 ഇയേഴ്സിൽ അഗെയിൻ അടുത്ത ബോൺ സ്ട്രെങ്തിനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവർ കോള ഡ്രിങ്ക്സോ അല്ലെങ്കിൽ അതുപോലെ എയറേറ്റഡ് ഡ്രിങ്ക്സിലോട്ട് കൂടുതൽ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ ചോക്ലേറ്റ്, കൊക്കോ ബേസ്ഡ് സാധനങ്ങൾ കൂടുതൽ എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഫോസ്ഫറസ് എല്ലാം കൂടെ ബോൺ കാൽഷ്യത്തിനെ വലിച്ചു കളയും. ഏറ്റവും സിമ്പിളായിട്ട് പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവരുടെ ആ ബാക്കപ്പ് ഫോർ ദ ഫ്യൂച്ചർ അവിടെ കുറയുവാണ്. അപ്പോൾ അതൊരു ബാലൻസ് ചെയ്തിട്ട് വേണം നോക്കാനായിട്ട്. അപ്പോൾ എപ്പോഴും ഒരു മോഡൽ പാരൻസ് തന്നെ കാണിച്ചു കൊടുക്കണം. കൊച്ചിലെ തന്നെ ആ ഒരു ട്രെയിനിങ് ഫ്രം പാരൻസിൻ്റെ ഒരു അപ്രോച്ചിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ജനറേഷൻ വിൽ നോട്ട് ബി ഹാവിങ് സോ മച്ച് ഓഫ് മെറ്റബോളിക് പ്രോബ്ലം. അത് ഒരുപാട് പിള്ളേർക്ക് ഇപ്പം ടൈപ്പ് 2 ഡയബറ്റീസ്, അഡൾട്ടിന് ഉണ്ടാകുന്ന ഡയബറ്റീസ് വരുന്നുണ്ട്. പ്രഷർ, പണ്ട് പിള്ളേർ തലകറങ്ങി വീഴുന്നത് വെയിൽ കൊണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പ്രഷർ കൂടിയാണ് വീഴണത്. അപ്പോൾ അത്രയും മാറ്റങ്ങൾ ഇപ്പം വന്നു കഴിഞ്ഞു. ഈവൻ ഫാറ്റി ലിവർ പോലും കുട്ടികൾക്കുണ്ട്. പ്രോട്ടീൻ ഈസ് ദ ന്യൂ കറൻസി എന്നൊരു ട്രെൻഡ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ ഇൻടേക്ക് നമ്മുടെ ലോഞ്ചിവിറ്റീനെ ബാധിക്കുന്നുണ്ടോ? എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഡെഫിനറ്റ്ലി പ്രോട്ടീൻ ഇൻടേക്ക് ഒരു അപ്കമിങ് അല്ലെങ്കിൽ നേരത്തെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു കാര്യം തന്നെയാണ്. പ്രോട്ടീൻസ് വേണം. കാരണം ഏജ് മുമ്പോട്ട് പോകുന്തോറും മസിൽ ലോസ് വരും. അത് അണ്ടർസ്റ്റുഡ് ആണ്. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ ആക്ടിവിറ്റി പാറ്റേണും ഇൻടേക്ക് ഓഫ് പ്രോട്ടീൻ ഇൻ ദ പ്രീവിയസ് ഇയേഴ്സ് അതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആസ് ഏജ് പ്രോഗ്രസസ് നമ്മൾ നല്ല പ്രോട്ടീൻ ഉള്ള ഫുഡ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യണം. എത്ര വേണം എന്നുള്ളത് അവനവൻ്റെ പ്രായം അനുസരിച്ചിട്ടൊക്കെ വ്യത്യാസം വരും. അത് ഓരോ ഏജ് അനുസരിച്ച് ഡിസൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പ്രോട്ടീൻ ഫുഡ്സ് കഴിക്കുമ്പോൾ നാച്ചുറലി ഒരു ഫുൾനെസ് ഫീൽ ചെയ്യും. അതിപ്പോൾ ഒരു നോൺ വെജോ അല്ലെങ്കിൽ വെജ് പ്രോട്ടീനോ പയറോ പോലെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ചോറോ അല്ലെങ്കിൽ പുട്ട് പോലത്തെയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ആ മെയിൻ മീലിൻ്റെ അളവ് കുറച്ചാലും വലിയ ഒരു ബുദ്ധിമുട്ട് തോന്നിയല്ല. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ വെജിറ്റബിൾസിൻ്റെ കണ്ടന്റ് വേണം. ഇതെല്ലാം അതിൻ്റെ കൂടെ പോകേണ്ട കാര്യങ്ങളാണ്. ഫുഡ് പ്ലേറ്റിൻ്റെ കൺസെപ്റ്റ് ഉണ്ട്. അതിൻ്റെ ഒരു 1/4 പോർഷനാണ് ധാന്യാഹാരം ആകാൻ പാടുള്ളൂ.
ബാക്കി ഉള്ള ഒരു ഹാഫ് ദ പോർഷൻ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് വേണം. ഇനിയുള്ള ആ ഒരു 1/4 പോർഷനിലാണ് കുറച്ചുകൂടെ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതൽ വേണം, കുറച്ച് ഫാറ്റ് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനിലാണ് നമ്മുടെ ഫുഡ് പ്ലേറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഈ പറഞ്ഞ ഒരു ബാലൻസ്ഡ് അപ്രോച്ചിൽ നമുക്കിതെല്ലാം കിട്ടും.